ഹലോ. ഏതോ ഒരു വീഡിയോയിൽ രസകാളൻ ആരോ കഴിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കി നോക്കാനും കഴിക്കാനും ഒരു കൊതി തോന്നി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ആക്ച്വൽ റെസിപ്പി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും അതേ ബൗളിൽ തന്നെ അതേ അളവിൽ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതേ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കൂടി അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മത്തങ്ങ കഷ്ണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ശർക്കര ഞാനിവിടെ സിറപ്പാക്കി വെച്ചിരിക്കുന്നതാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, നമ്മുടെ ശർക്കരയും കഷ്ണങ്ങളും എല്ലാം കൂടി വെന്ത് നല്ല ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കേണ്ട, ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീ ഓഫ് ചെയ്താലും ചട്ടിയിലൊരു ചൂട് കാണുമല്ലോ. അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് തണുക്കുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേറെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തൈരും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി കറിക്ക് ഒരിത്തിരി കൂടി കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടി ഞാനിതിൻ്റെ അകത്ത് ചേർത്ത് ഇളക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സാധാരണ നമ്മൾ വെക്കുന്ന കറിയേക്കാളും വേറെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.